Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലസാനിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ലസാനിയ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടും ലസാനി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റിലൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. നമ്മൾ ആദ്യം ലസാനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ചിക്കനിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ, അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ചിക്കനിലോട്ട് ഈ മസാലപ്പൊടികളൊന്ന് പിടിക്കുന്ന ആ ഒരു നേരം ഏകദേശം അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കി വെച്ച ചിക്കൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട. നമ്മൾ കുറച്ച് ചിക്കനൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അധികമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊരിക്കണ്ട. ഇനി നമ്മൾ അതിലോട്ട് 1 ക്യാപ്സിക്കനും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നമ്മൾ ഈ ടൈം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ഉണക്കമുളക് പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ലസാനിയയ്ക്ക് വേണ്ടിയിട്ട് വൈറ്റ് സോസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മിനിറ്റ് നേരം നമ്മൾ മൈദയും ബട്ടറായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദയുടെ ഒരു പച്ചമണക്ക് മാറിയതിന് ശേഷം നമ്മളിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. മാത്രമല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കാവാതെ വൈറ്റ് സോസ് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നും പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഡ്രൈ ഹെർബ്സ് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ലസാനിയ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയോ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അവനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പീസ് ബട്ടർ കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നമ്മൾ എടുത്ത ആ ഒരു പാത്രത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പീസായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ വൈറ്റ് സോസാണ് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് സോസ് തന്നെയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൊസറല്ല ചീസ്, ഷ്രെഡഡ് ചീസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ ചീസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഒരു കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചീസിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. വീണ്ടും നമ്മൾ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ബ്രെഡ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന വിധത്തിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്ര ലെയറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് നമുക്കിതുപോലെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഓർഡറൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം ആക്കി കൊടുക്കാം. ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏത് മീറ്റ് വേണമെങ്കിലും എടുക്കാം. ബീഫ് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ അവനിലാണ് കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഞാനൊരു 15 തൊട്ട് 20 മിനിറ്റ് നേരമാണ് എനിക്കിത് വേണ്ടി വന്നിട്ടുള്ളൂ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബ്രെഡ് ലസാനിയ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ജ്യൂസി ടെക്സ്ചറാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കേക്കൊക്കെ എങ്ങനെയാണോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിതും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാലും ഇത് റെഡിയായി കിട്ടും. ലസാഗ്ന ഷീറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. കിടിലൻ ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കീമ, ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ചിക്കൻ കീമ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.